ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ അവിടുന്ന് വീട് കൂടിയതിന്റെ ശേഷം അവിടുന്ന് വിട്ടുപിരിയാൻ കഴിയാത്ത വലിയ സ്നേഹവും വലിയ സന്തോഷവും വലിയ ആനന്ദവും വലിയ താങ്ങും തണലുമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ആദ്യത്തെ മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മഹദി ഖുവൈലിദിന്റെ മകളാണ്. ഉമ്മയുടെ പേര് ഫാത്തിമയാണ്. മഹദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ സുന്ദരിയായിരുന്നു, നല്ല സമ്പത്തും പത്രാസുമുള്ള ഒരു കച്ചവടക്കാരിയുമായിരുന്നു. ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന പോലെ ഒരു ബിസിനസ്മാൻ അല്ലെ, ആ ഒരു പവറും കൂടെ, ഒരു ബിസിനസ് നടത്തുന്ന ഒരു മഹദിയും കൂടെയായിരുന്നു എന്റെ പ്രിയമുള്ളവരെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് മഹദിയുടെ കടന്നുവരവ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ അവിടുന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വസ്തതയും സത്യസന്ധതയും എന്റെ പ്രിയമുള്ളവരെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ വല്ലാതെ അവിടുന്ന് താല്പര്യപ്പെടുത്തി. പടച്ചവനെ തന്റെ ജീവിതത്തോട് ഇങ്ങനത്തെ ഒരു ഇണയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ആദ്യ സമയത്ത് അവിടുന്ന് 2 വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. ആ 2 പേരും മരണപ്പെടുകയാണ് ചെയ്തത്. പിന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണുന്നത്. അള്ളാഹുവേ, മക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയുമല്ലോ, കൊലയാണ്, കൊള്ളയാണ്, അക്രമമാണ്. പടച്ച റബ്ബേ, അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചവനെ പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചവനെ ഒരിക്കലും തന്നെ സ്നേഹം കൊടുക്കാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയുള്ള സ്ഥലമായിരുന്നു, സമൂഹമായിരുന്നു മക്ക സമൂഹം എന്ന് പറയുന്നത്. ആ സമൂഹത്തിൽ പടച്ചവനെ ഒരാളെയും തന്നെ കച്ചവടത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നടക്കാൻ അത്ര വിശ്വസ്തരായ ഒരാളെയും തന്നെ ലഭിക്കില്ലായിരുന്നുവല്ലോ. പടച്ചവനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ കടന്നു വന്നുകൊണ്ട് അതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, ഖദീജ, ഈ പരിശുദ്ധമായ മക്ക എന്ന് പറയുന്ന ഗേഹങ്ങളില് എല്ലാവരും അവിടുന്ന് വഞ്ചിതരാണല്ല ഖദീജ, എല്ലാവരും അവിടുന്ന് ചതിയിൽപ്പെടുത്തുന്നവരാണ് ഖദീജ, ഒരാളെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കൂട്ടരാണ് ഖദീജ. എന്നാൽ അബ്ദുള്ളയുടെ പൊന്നുമോനായ ആമിനയുടെ പൊന്നുമോനായ 2 പേരും ലോകത്തോട് വിട പറഞ്ഞവരാണ്. യതീമായി കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പൊന്നുമോനുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് സത്യസന്ധനാണെന്ന്, അല്ല അമീനാണെന്ന് എല്ലാവരും പറയുകയാണല്ലോ. ഏറ്റവും വലിയ വിശ്വസ്തനാണെന്ന് എല്ലാവരും അവിടുന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു മഹാനാണ്. പടച്ച റബ്ബേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന്. അതാവിടുന്ന് പ്രിയമുള്ളവരെ, അതാവിടുന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് കടന്നു വന്നുകൊണ്ട് അതാവിടുന്ന് പറയുകയാണല്ലോ. ഖദീജ ബീവി കാണുന്നവരോട് എല്ലാവരും പറയുകയാണ്, എന്റെ കച്ചവടത്തിന്റെ കാര്യങ്ങളെന്ന് നോക്കാൻ, എന്റെ ഓരോ കാര്യങ്ങളെന്ന് ശ്രദ്ധിക്കാൻ ഒരു വിശ്വസ്തനായ ഒരാളെ നമുക്ക് ലഭിക്കുമോ എന്ന് എല്ലാവരോടും ഖദീജ ബീവി അവിടെ നിന്ന് അന്വേഷിക്കുമായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയദാ എന്റെ പ്രിയമുള്ളവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്ന് കാണുകയാണ്. ഏറ്റവും വലിയ സമ്പന്നയാണ് ഖദീജ ബീവി, ഏറ്റവും വലിയ സമ്പന്നയാണ് ഖദീജ ബീവി. ഒരുപാട് ചരക്കുകളുണ്ട്, കച്ചവട സാധനങ്ങളുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ച റബ്ബേ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ
നോക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് നബൂവത്ത് ലഭിച്ചിട്ടില്ല. ചെറിയ പ്രായമാണ്, ചെറിയ പ്രായമാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയദാ പഠിച്ചവനെ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോൾ എന്തൊരു സുന്ദരനാണെന്നറിയോ, എന്തൊരു സുന്ദരനാണെന്നറിയോ. പഠിച്ചവനെ കാണാൻ അഴകുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്. പഠിച്ചറബേ കൽബും അതുപോലെ തന്നെയാണ് ഉമ്മ, ഉള്ളും അതുപോലെ തന്നെയാണ് ഉമ്മ. വല്ലാത്ത സൗന്ദര്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതാ അവിടെ നിന്ന് പഠിച്ചവനെ എല്ലാവരും കൊടുക്കുന്നതിനേക്കാളും എല്ലാവരും പറയുന്നതിനേക്കാളുമുള്ള ഒരു കൂലി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അവിടുത്തെ വൃദ്ധനായ മൈസറത്തിന്റെ കൂടെ അവിടെ നിന്ന് വിടുകയാണ്. പടച്ച തമ്പുരാനെ തന്റെ വൃദ്ധന്റെ കൂടെ കടന്നു പോകുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിതാ മരുഭൂമിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ പഠിച്ചവനെ വല്ലാത്ത വെയിലാണല്ലോ, വല്ലാത്ത ക്ഷീണമാണല്ലോ. എല്ലാവർക്കും അവിടുന്ന് പഠിച്ചവനെ അവിടുന്ന് വല്ലാത്ത ക്ഷീണമാണ്. കച്ചവട സാധനങ്ങളുമായിട്ട് കടന്നു പോകുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ കടന്നു പോകുമ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കടന്നു വരികയാണ്. അങ്ങനെ കച്ചവട സാധനങ്ങൾ ഒരുപാട് ലാഭവുമായിട്ട് വിറ്റുകൊണ്ട് കടന്നു വരികയാണ്. അതാ തന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട വൃദ്ധൻ അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് തന്റെ വേലക്കാരൻ അവിടെ നിന്ന് പറയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു, ബീവി ഖദീജ ഒന്ന് കതക് തുറക്കുമോ, ഒന്ന് കതക് തുറക്കുമോ, ഒന്ന് കതക് തുറക്കുമോ ബീവിയെ. അവിടുന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വാതിൽ തുറക്കുമ്പോ അവിടുന്ന് പറയുന്ന അജബൻ അജബൻ അജബാ, എന്തൊരു അത്ഭുതമാണ് മഹദിയേ, എന്തൊരു അത്ഭുതമാണ് മഹദിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ടാണ് അവിടുന്ന് പറയുന്നത്. അത് അവിടുന്ന് പറയുന്നു, ഞങ്ങൾ മുഹമ്മദിനെ കൊണ്ടുപോവുകയാണ്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ വല്ലാത്ത വെയിലാണല്ലോ, മരുഭൂമിയിലൂടെയാണല്ലോ ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. പഠിച്ചവനെ മരുഭൂമി എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന വെയിലാണല്ലോ, മണൽ തരികൾ ഇങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കുകയാണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിച്ചവനെ അവിടുന്ന് വേഗം തണലിട്ടിരിക്കുകയാണ്, അവിടുന്ന് വേഗം തണലിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബേ വേഗം തണലിട്ട കാര്യം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന് വിളിച്ചാൽ വേഗം വരുമല്ലോ നബിയേ, ഒന്ന് ചിരിച്ചാൽ രാവും പകലല്ലോ നബിയേ, ഒന്ന് വിളിച്ചാൽ വേഗം വരുമല്ലോ നബിയേ, ഒന്ന് ചിരിച്ചാൽ രാവും പകലല്ലോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മുത്തുനബിക്ക് മേഘം തണലിട്ട് കൊടുക്കുമായിരുന്നല്ലോ. മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ഒരിക്കൽ ഇവിടുന്ന് വിസർജനം നടത്താൻ ഒരു മറയും കാണുന്നില്ലല്ലോ. അങ്ങകലെ അതാ ഒരു ഈത്തപ്പന മരം ഇങ്ങനെ നിൽക്കുകയാണ്. റസൂലുള്ള മാടി വിളിക്കുകയാ, ഈത്തപ്പന മരമതാ പഠിച്ചവനെ തന്റെ ശടകളെല്ലാം, തന്റെ വേരുകളെല്ലാം, തന്റെ ഇലകളെല്ലാം അവിടുന്ന് കുടഞ്ഞു മാറ്റിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്ക് പറയാനുണ്ടല്ലോ. എന്നാ റസൂലുള്ള വിളിച്ചാൽ വേഗം തണലിടുമാ
പരമായിരുന്നുവല്ലോ. റസൂലുള്ള എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ പ്രിയമുള്ളവരെ. റസൂലുള്ള എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പഠിച്ചവനെ മൈസറത്ത് എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട അടിമയെ അവിടുന്ന് തന്റെ യജമാനന്റെ കാര്യങ്ങൾ നോക്കുന്നവരവിടുന്ന് കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഖദീജ, മുഹമ്മദിന്റെ മേഘം തണലിട്ടത് കണ്ടു ഞാൻ. അല്ലാഹുവേ, ഒരുപാട് അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ കൂടെ യാത്ര പോന്നപ്പോൾ ഉണ്ടായത്. എന്നും ലഭിക്കുന്നതിനേക്കാൾ ലാഭമാണ് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, മുഹമ്മദിന്റെ കച്ചവടം നടത്തുന്ന രൂപം എങ്ങനെയാണെന്നറിയോ? അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മുത്തനബി അവിടെ നിന്ന് കച്ചവടം നടത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ഈത്തപ്പഴമാണ് കച്ചവടം നടത്തുന്നതെങ്കിലോ ഇതിന്റെ ന്യൂനതകൾ അവിടെ നിന്ന് പറയുകയാണ്. എന്നിട്ട് ആ ന്യൂനതകൾക്ക് പറ്റുമെങ്കിൽ വന്നാൽ മതി എന്ന് പറയുകയാണ്. അതിന്റെ ന്യൂനതകളെല്ലാം വെളിവാക്കിക്കൊണ്ടാണ് റസൂലുള്ള കച്ചവടം നടത്തുന്നത്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയമുള്ളവരെ അവിടുന്ന് കച്ചവടത്തിന് കൊണ്ടുപോകാൻ സാധാരണ എല്ലാവരും പറയുന്നതിനേക്കാളും കൂടുതൽ അവിടുന്ന് മൂല്യം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്തിന്റെ പ്രിയമുള്ളവരെ ഒരുപാട് അത്ഭുതങ്ങളുമായിട്ടാണ് തന്റെ ഭൃത്യൻ തന്റെ വീട്ടിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നത്. മനസ്സിലായോ? അവിടുന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞെടുക്കാണ് അല്ലേ? ഒന്നെന്താണ്, മേഘം തണലിട്ടിട്ടുണ്ട്. കച്ചവടം നടത്തുന്ന ആ ഒരു അത്ഭുതങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കാർക്കും കച്ചവടം നടത്താൻ കഴിയും അങ്ങനെ അല്ലേ? ഇന്ന് നമ്മൾ പല ആളുകൾ നിർമ്മിക്കുന്ന വസ്തുക്കൾ തന്നെ പല പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നത് തന്നെ തട്ടിപ്പാണ്. എവിടെങ്കിലും ആരെങ്കിലും ന്യൂനതകൾ പറയുന്നുണ്ടോ? അല്ലേ? അല്ലാഹു തആല നമുക്ക് നല്ല മനസ്സ് അല്ലാഹു തആല നൽകട്ടെ. കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ പ്രിയമുള്ളവരെ ഇബാദത്താ. കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ ഇബാദത്താ. ഇപ്പോ പിന്നെ എന്റെ അറിവില് അല്ലാഹു മരണപ്പെട്ടു പോയി, അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. ഒരു പണ്ഡിതനാണ്, നല്ലൊരു ആലിമാണ്, എപ്പോഴും തലപ്പാവ് ധരിച്ച് നല്ല ഖുശൂഅോട് കൂടി നടക്കുന്ന ഒരു വലിയ ആലിം അല്ലേ? പെരിന്തൽമണ്ണക്കടുത്ത് വേങ്ങൂർ എന്ന് പറയുന്ന പ്രദേശം, അവിടെ പിന്നെ നമ്മുടെ സംസ്ഥയുടെ പ്രധാനപ്പെട്ട സ്ഥാപനം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് പട്ടിക്കാട്. പല ആളുകൾക്കും അറിയുമായിരിക്കും. അതിന്റെ തൊട്ടടുത്ത് എഞ്ചിനീയറിംഗ് കോളേജ്, അതിന്റെ തൊട്ടടുത്ത് കട നടത്തുന്ന ഒരു ഹുനൈസ് മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. കച്ചവടം നടത്തുമായിരുന്നു. വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാകും. അതായത് പിന്നെ ഈ അവിടെ അദ്ദേഹത്തിന്റെ കച്ചവടം ഈ ആണി, ഈ വീട്ടിലേക്ക് അങ്ങനത്തെ സാധനങ്ങളാണ്. ആണികൾ ഉണ്ടാകും, അതേപോലെ തന്നെ കൈക്കോട്ട്, വെട്ടുകത്തി, അങ്ങനെ ഈ വീടിന്റെ ക്ലോസറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം. കച്ചവടം നടത്തുമ്പോൾ വളരെയധികം ഇബാദത്ത് എടുക്കുന്നത് പോലെ കച്ചവടം നടത്തുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥലത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരാണി നമ്മൾ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കടയിലുള്ള എല്ലാ ആണി അദ്ദേഹം കൊണ്ടുവരും. എന്നിട്ട് പറയും, ഇന്ന ആണി ഇന്ന ആണി. ഒരു ആണി പോലും അവിടെ ബാക്കിയാക്കൂല, എല്ലാതും എന്ന് കുറച്ചെടുത്ത് കൊണ്ടുവരും. 4-5 വിധം, ആ 4-5 വിധത്തിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ എടുത്തു കൊണ്ടുവരും. എന്നിട്ട് പറയും, ഇത് ഇന്നതിന് ഉപയോഗിക്കുന്നതാണ്, ഇത് ഇന്നാലിന്റെ ഗുണങ്ങളുണ്ട്, ഇതൊക്കെയാണ് പറഞ്ഞിട്ട് പറയും, ഇനി ഇത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായോ? ഒരു വസ്തു എടുക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് അവിടുന്ന് പരിശോധിച്ചിട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ. മനസ്സിലായോ? അങ്ങനെ കച്ചവടം നടത്തി. ഇനി ഒരു 50 പൈസ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കും. അല്ലെങ്കിൽ തരാൻ പറ്റുന്നതാണ് തരും, മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ മേടിക്കും, പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കും. അങ്ങനെ ആബിദായ ഒരു മനുഷ്യൻ, എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞ് മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനവിടെ പോയ സമയത്തിന്റെ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പുഞ്ചിരിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ കിടക്കുന്നത്, ഇങ്ങനെ ചിരിച്ചിട്ട് കിടക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോയി. കാണുന്നവരൊക്കെ പറയാ, എന്തൊരു മരണാണല്ലേ, എന്തൊരു മരണാണല്ലേ, പുഞ്ചിരിച്ചിട്ട് കിടക്കുന്നത് കണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, കാണുന്നവരെ മുഴുവനും പറയാ, ഇതായിരുന്നു ജീവിതം. അല്ലാഹു തആല നമ്മളെ അതുപോലെ ആക്കി തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കച്ചവടം അന്ന് നടത്തിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സമ്പത്തിൽ എന്തു ലഭിക്കുന്നതിനേക്കാളും ഉപരിയായ സമ്പത്തുണ്ട്. മാത്രമല്ല, അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബിക്ക് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ അവിടുന്ന് കാണാൻ.
അല്ലാഹുവേ പടച്ച റബ്ബേ ഇതിങ്ങനെ കേൾക്കുന്ന താമസമതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ അവിടുന്ന് വല്ലാതെ സന്തോഷിക്കുകയാണ്, വല്ലാതെ ആനന്ദമാകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിവാഹം അന്വേഷിക്കാൻ വേണ്ടി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അതാ പടച്ചവനെ അവിടുന്ന് കടന്നു വരികയാണോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഒരുങ്ങുകയാണ്. നേരെ അതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട മൈസറത്ത് തന്റെ അടിമയെ തന്റെ കാര്യങ്ങൾ നോക്കുന്ന വൃത്തിനെ അവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഖദീജ ബീവിയുടെ മനസ്സിനകത്ത് വല്ലാത്ത ആനന്ദമായി. അള്ളാന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് ഖദീജ ബീവിക്ക് വല്ലാത്തൊരു സന്തോഷം. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്തു എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനകത്ത് വല്ലാത്തൊരു ആഗ്രഹം കടന്നു വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ പ്രിയമുള്ളവരെ അള്ളാന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ വിവാഹം വേണ്ട എന്ന് നിന്നിരുന്ന ഖദീജ ബീവി അവിടുന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവിടുന്ന് നഫീസത്തു ബിൻത് മുനബ്ബഹ് എന്ന മഹദിയെ പോയിട്ട് അള്ളാൻ അവിടുന്ന് വിവാഹം കഴിക്കണമെന്ന് പറയണ്ടായി. അവിടുന്ന് മഹദി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? അവിടുന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹമ്മദിനെയാണ് എന്ന് അവിടുന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സമയത്ത് 25-ാമത്തെ വയസ്സാണ്. ഖദീജ ബീവിക്ക് അന്ന് 40-ാമത്തെ വയസ്സാണ്. ഈ വയസ്സിലാണ് എന്റെ പ്രിയമുള്ളവരെ രണ്ടുപേരും അവിടുന്ന് വിവാഹം കഴിക്കുന്നത്. മുത്തുനബിയുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ അവിടുത്തെ വിവാഹങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളാണ് നമുക്ക്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. എന്തുകൊണ്ടാണ് ഓരോ മഹദിമാരെ വിവാഹം കഴിക്കുമ്പോഴും അതിന്റെ ഉള്ളിനകത്ത് ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് സംഭവങ്ങൾ അത്ഭുതങ്ങളും എന്റെ പ്രിയമുള്ളവരെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസങ്ങളിലായി ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ ചർച്ച നടത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വിവാഹം കഴിക്കാൻ പടച്ചവനെ അവിടുന്ന് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിക്കാൻ അല്ലാഹുവേ ഒരുപാട് സമ്പന്ന കുലത്തിൽപ്പെട്ട മഹദിയാണ്, ഒരുപാട് സമ്പത്തുള്ളവരാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമാണല്ലോ, ആരും തന്നെ കൂടെയില്ല, എല്ലാവരും പടച്ച റബ്ബേ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈ കാര്യം അവിടുന്ന് അംഗീകരിക്കുകയാണ്. പടച്ചവനെ ഖദീജ ബീവിക്കറിയാം, എന്നിരുന്നാലും ഒരുപാട് ആളുകൾ എന്നെ തള്ളി പറയുമല്ലോ, ഒരുപാട് ആളുകൾ എന്നെ വിഷമിപ്പിക്കുമല്ലോ, ഒരുപാട് ആളുകൾ എന്നെ വേദനിപ്പിക്കുമല്ലോ എന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹക്കറിയാം. എന്നാൽ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. വർണ്ണത്തെളിവോളി മികവേറും മണിമച്ചിൽ സ്വർണ്ണ താമര കതിരെ സുന്ദരി ഖദീജ സ്വപ്നം കണ്ടിരിക്കുന്നുണ്ട് സുന്ദരി ഖദീജത്തുൽ കുബ്ര, സ്വപ്നം കണ്ടിരിക്കുന്നുണ്ട്. വർണ്ണത്തെളിവോളി മികവേറും മണിമച്ചിൽ സ്വർണ്ണത്താമര കതിര സുന്ദരി ഖദീജത്തുൽ കുബ്ര, സ്വപ്നം കണ്ടിരിക്കുന്നുണ്ട് സുന്ദരി ഖദീജത്തുൽ കുബ്ര, സ്വപ്നം കണ്ടിരിക്കുന്നുണ്ട്.
കണ്ടിരിക്കുന്നുണ്ടേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അതാ അവിടുത്തെ പ്രിയപ്പെട്ട മണിമച്ചിലേക്ക് കയറിയിരുന്നു കൊണ്ട് അതാ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മനസ്സിനകത്ത് കണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിനകത്ത് കണ്ടിരിക്കുകയാണ്. പ്രവാചകനെ കാത്തിരിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ അവിടുന്ന് വല്ലാത്ത മക്കയിലെ സുന്ദരിയാണ്, മക്കയിലെ സമ്പന്നയാണ്, മക്കയിലെ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച മഹതിയാണ് ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്ത് ഒന്നുമില്ല. എന്നാൽ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്ന കുലത്തിൽപ്പെട്ടവരും ഏറ്റവും കൂടുതൽ വില കൂടിയ വസ്ത്രം ധരിക്കുന്നവരും ഏറ്റവും കൂടുതൽ സുന്ദരിയുമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, അവിടുത്തെ ജീവിതം അങ്ങനെയായിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ ബീവിയുടെയും കല്യാണത്തിന്റെ ദിവസം ഇങ്ങനെ കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് നമുക്ക് പറയാനുണ്ട്. എന്നാലും ഒരുപാട് സമയം നമുക്ക് കുറവാണ്, നമുക്ക് സമയം തീരെയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. അതാ അവിടുന്ന് വിവാഹം കഴിക്കുകയാണ്. വിവാഹത്തിന്റെ ദിവസം അതാ കല്യാണ പന്തലിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ മണിയറയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോൾ പടച്ചവനെ അതാ വിവാഹ പന്തലിലേക്ക് അതാ പടച്ചവനെ കീറിപ്പറിഞ്ഞ വസ്ത്രവുമായിട്ട് കൈകാലുകൾ മുറിവായിക്കൊണ്ട് മുഷിഞ്ഞ വസ്ത്രവുമായിക്കൊണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ കടന്നു വരികയാണ്. പ്രായം ചെന്ന സ്ത്രീ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നുകൊണ്ട് ഉമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. കാണുന്നവർ ഭ്രാന്തനെന്ന് പറയുകയാണ്, അതൊരു ഭ്രാന്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. എന്നാ റസൂലുള്ളാഹി കടന്നു ചെന്നുകൊണ്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവേ, കാണുന്നവർ വിചാരിക്കുന്ന മുഹമ്മദിന്റെ ഉമ്മ ആമിനയാണ്. ആമിന ബീവി മരണപ്പെട്ടിട്ടുണ്ട്, ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഏത് ഉമ്മയാണെന്ന് എല്ലാവരും അവിടുന്ന് അത്ഭുതപ്പെടുകയാണ്. എല്ലാവരും അവിടുന്ന് അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പടച്ചവനെ അവിടുന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഉമ്മാ, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു ഉമ്മാ? എന്താണ് നിങ്ങളുടെ കോലമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ റസൂലുള്ളാഹി പടച്ചവനെ ആ സ്ത്രീയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. പടച്ചവനെ അവിടുന്ന് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമ്മ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ കോലം എന്താണ് ഇങ്ങനെ? പടച്ചവനെ അത് ആരാണെന്നറിയോ? റസൂലുള്ളാഹിനോട് ജനങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, ആരാണത്? നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതാ അവിടുന്ന് റസൂലുള്ളാഹി പറയുന്നു, ഇത് എന്റെ ഉമ്മയാണ്. എന്റെ ആമിന ഉമ്മ മരണപ്പെട്ടതിന്റെ ശേഷം, ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം എനിക്ക് വേണ്ടി പാല് തന്ന എന്റെ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് ഇത് എന്ന് പറയുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ തന്റെ ഉമ്മാടെ കയ്യെ പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ, റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയതാ പടച്ചവനെ തന്റെ ഹലീമ ബീവി ഉമ്മയെ പിടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് തെന്നിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാ, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കണേ ഉമ്മ. റസൂലുള്ളാഹി പറയുന്നു, ഖദീജ, ഉമ്മയൊന്ന് കുളിപ്പിക്കണേ ഖദീജ. ഖദീജ ബീവി കുളിപ്പിച്ചു, നല്ല വസ്ത്രം ധരിപ്പിച്ചു, കൈകാലുകളിൽ കാണുന്ന മുറിവെല്ലാം വെച്ച് കെട്ടുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അവിടുന്ന് സുന്ദരിയായി കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ അവിടുന്ന് ഒരുക്കുകയാണ്. റസൂലുള്ളാഹി കണ്ണുകൊണ്ട് കണ്ടിട്ട് സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാ, ആനന്ദത്തിന്റെ കണ്ണുനീർ ഒഴുകുകയാണല്ലോ. പടച്ചവനെ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഖദീജ ബീവി തന്റെ
ഭർത്താവിന്റെ സ്വന്തം ഉമ്മയെ പരിചരിപ്പിക്കുന്നത് പോലെ അതാ അവിടുന്ന് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പരിചരിക്കുകയാണ്. അവിടുന്ന് വസ്ത്രം കൊടുത്തു, വെള്ളം കൊടുത്തു, ഭക്ഷണം തന്റെ കൈകളെ കൊണ്ട് വാരി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയെ പിടിച്ചിട്ട് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മുഹമ്മദേ, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നറിയോ? ഞാൻ താമസിക്കുന്നത് ആ കാണുന്ന മലയുടെ അപ്പുറത്താണ് മുഹമ്മദേ. ആ മലയുടെ അപ്പുറത്ത് ഞാനും എന്റെ ഭർത്താവും ഒരു ചെറ്റക്കുടിലാണ് താമസിക്കുന്നത്. ദിവസങ്ങളോളമായി മുഹമ്മദേ ഭക്ഷണം കഴിച്ചിട്ട്, ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ആ സമയത്താണ് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വളർത്തിയെടുത്ത മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദിന്റെ കല്യാണമാണ് ഇന്ന്. ആരെയാണ് വിവാഹം കഴിക്കുന്നതെന്നറിയോ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായ സുന്ദരനായ സുന്ദരിയായ ഹുവൈലിദിന്റെ മകളായ ഖദീജ ബീവിയാണ് അവിടുന്ന് വിവാഹം കഴിക്കുന്നത്. നിങ്ങളൊന്ന് കടന്നു ചെന്ന് നോക്കൂ, ആ മുഹമ്മദ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരാതിരിക്കില്ലല്ലോ പഠിച്ചവനെ എന്നവിടെ നിന്നതാ അല്ലാഹുവേ അവിടുന്ന് ആരോ പറയുകയാണ്. അത് കേട്ടുകൊണ്ട് ഓടി വന്നതാണ് മുഹമ്മദേ, ഞാൻ എന്റെ ഭർത്താവ് രോഗിയാണ്, വല്ലാത്ത വിഷമമാണ്, പട്ടിണിയാണ് മുഹമ്മദേ, പട്ടിണിയാണ് മുഹമ്മദേ, ഈ ഉള്ളവന് എന്തെങ്കിലും ഒന്ന് തരുവോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കരയുകയാണല്ലോ, അവിടെ നിന്ന് കരയുകയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമ്മാ, ഈ സമ്പത്തിന്റെ എല്ലാം ഖദീജയുടേതാണ്, എനിക്കിതിലൊന്നും അവകാശമില്ല എന്ന് പറയുമ്പോ പഠിച്ചവനെ ഖദീജ ബീവി റളിയല്ലാഹു തആല കണ്ണീരോട് ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ കരങ്ങൾ പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുഹമ്മദേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്നോട് ഇത് പറയല്ലേ, ഇത് നമ്മുടെ സമ്പത്താണ് നബിയെ, ഇത് നമ്മുടെ സമ്പത്താണ് നബിയെ. ഇന്ന് എന്റെ എല്ലാ സമ്പത്തും ഞാൻ അങ്ങക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അങ്ങക്ക് വേണ്ടത് ദീനിന്റെ എടുത്തു കൊടുക്കാമല്ലോ, ദീനിന് കൊടുക്കാമല്ലോ, പാവങ്ങൾക്ക് കൊടുക്കാമല്ലോ, പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കാമല്ലോ, വസ്ത്രമില്ലാത്തവർക്ക് കൊടുക്കാൻ നബിയേ, ആർക്കും കൊടുക്കാൻ നബിയേ. നിങ്ങൾ ഇതിന് കണക്ക് പറയല്ല നബിയേ, ഇത് നമ്മുടെ സമ്പത്താണെന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിങ്ങനെ നിറയുകയാണ്. പഠിച്ചവനെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല തന്റെ കാണുന്ന നേരെ കാണുന്ന ഒരു പർവ്വതത്തെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ ഉമ്മാക്കുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കുണ്ടല്ലോ, ആ കാണുന്ന പർവ്വതത്തിന്റെ താഴ്വരയിലുണ്ട് 100 ആടുകളുണ്ടല്ലോ, 100 ആടുകളുണ്ട് നബിയേ. ആ ആടുകൾ എന്റെ ഉമ്മാക്കുള്ളതാണ്, ആ ആടുകൾ എന്റെ ഉമ്മാക്കുള്ളതാണ്. പഠിച്ചവനെ, തന്റെ വീട്ടിലെ വേലക്കാരിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് പറയുന്നു, ആ ആടുകളുണ്ടല്ലോ, നിങ്ങൾ ആ ആടുകളെ മേക്കാനുള്ളവരാണ്, അവിടുന്ന് മേപ്പുകാരനെയും കൊടുക്കുകയാണല്ലോ. പഠിച്ചവനെ, പിന്നെയോ പ്രായം ചെന്ന ഉമ്മയാണ്, ഉപ്പയാണല്ലോ, അതുകൊണ്ട് ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ കഴിയില്ലല്ലോ. തന്റെ വീട്ടുകാരിൽ തന്റെ വീട്ടിലേക്കൊരു വേലക്കാരനെയും കൂടെ കൊടുക്കുകയാണ്, ഒരു വേലക്കാരനെയും കൂടെ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പഠിച്ചവനെ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സന്തോഷത്തോടെ കടന്നു പോകാൻ പറയാൻ. പഠിച്ചവനെ, ഹലീമ ബീവിയുടെ കാലിനകത്ത് മുറിവാണല്ലോ, വെച്ച് കെട്ടിയിരിക്കുകയാണ്, നടക്കാൻ കഴിയില്ല, വല്ലാത്ത പ്രയാസമാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് റസൂൽ പറയുന്നു, ഖദീജ, ഉമ്മാക്ക് നടക്കാൻ കഴിയില്ലല്ലോ, ഉമ്മാക്ക്
നടക്കാനും കഴിയില്ലല്ലോ. എന്തു ചെയ്യും ഖദീജ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ പഠിച്ചവനെ അന്നത്തെ നാട്ടിലെ ഏറ്റവും പണക്കാർ ഉപയോഗിക്കുന്ന ഒട്ടകമായിരുന്നു ചുവന്ന ഒട്ടകം, ചുവന്ന നിറത്തിലുള്ള ഒട്ടകം. അവിടുന്ന് തന്റെ വേലക്കാരനോട് പറയുന്നതിൽ നിന്ന് ഏറ്റവും മുന്തിയ വില കൂടിയ ആ ചുവന്ന ഒട്ടകം നിങ്ങൾ കൊണ്ടുവരണേ എന്ന് പറഞ്ഞിട്ട് ആ ചുവന്ന ഒട്ടകത്തിന്റെ മുകളിൽ ഉമ്മയെ കയറ്റുകയാണ്. എന്നിട്ടതാ പറയുന്നു, ഉമ്മാനെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, ഉമ്മാനെ വീട്ടിലേക്ക് ആക്കി കൊടുക്കൂ. എന്നിട്ട് ആ ഒട്ടകം അവർക്ക് യാത്രക്കുള്ള വാഹനമാക്കി കൊടുക്കുകയാണ്. പഠിച്ചവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, ഈ സമ്പത്തും അധികാരവും എല്ലാം അങ്ങക്കുള്ളതാണ് നബിയേ. ഈ ഖദീജ അങ്ങയ മതി നബിയേ, ഈ ഖദീജ അങ്ങയ മതി നബിയേ, വേറെ ഒന്നും വേണ്ട നബിയേ. ഞാൻ ഈ അധ്വാനിച്ച സമ്പത്തെല്ലാം അങ്ങക്കാണ് നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ പുത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉമ്മയാണ്, ഒരു സഹോദരിയാണ്, ഒരു ഭാര്യയാണ്. പഠിച്ചവനെ താങ്ങും തണലുമായി നിന്ന മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവിയുടെ വഫാത്തിന്റെ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയത്. അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടു പോയത് അല്ലാഹ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ സങ്കടത്തിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മിഅ്റാജ് യാത്രയിലേക്ക് റസൂലുള്ളാഹിനെ ക്ഷണിച്ചത്. അല്ലാഹുവേ, അത്രത്തോളം വിഷമമായിരുന്നു റസൂലുള്ളാഹിക്ക്, അത്രത്തോളം വേദനയായിരുന്നു റസൂലുള്ളാഹിന്റെ ഹൃദയത്തിനകത്ത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്തിന്റെ നായകൻ. എന്റെ ഉമ്മ ഖദീജ എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്നേഹമായിരുന്നു. അങ്ങനെ ഖദീജ ബീവി വഫാത്താകുന്ന സമയത്ത്, ലോകത്തോട് വിട പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് പഠിച്ചവനെ അവിടെയുള്ളത് ആ ഒരു വിലപിടിപ്പില്ലാത്ത മക്കയിലെ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ ഒരു മുത്തുമാല മാത്രമാണ് ഖദീജ ബീവിയുടെ കൈവശത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ളതെല്ലാം അല്ലാഹുവേ ദീനിന് കൊടുത്തല്ലോ. ശരീരം മുഴുവനും സ്വർണവുമായിട്ട് കടന്നു വന്ന മഹദിയാണ് ഖദീജ ബീവി. എല്ലാ സമ്പത്തും അവിടുന്ന്, എല്ലാ അധികാരവും എല്ലാം അവിടുന്ന് പഠിച്ചവനെ ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. ഇവിടുന്ന് പോയത് ദീനിന് വേണ്ടി കൊടുത്തു, ദൂർത്തടിച്ചിട്ടല്ല. പഠിച്ചവനെ നമ്മളൊക്കെ സമ്പത്ത് ദൂർത്തടിക്കുകയാണ്. 1000 കിട്ടിയ 10,000 കിട്ടിയ ഹറാമിന് വേണ്ടിയിട്ട് വിതറാണ് റബ്ബേ, ഹറാമിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വിതരാൻ, സിനിമ കാണാന്, പഠിച്ചവനെ ഷോപ്പിങ്ങുകൾ നടത്തിക്കൊണ്ട്, പഠിച്ചവനെ അല്ലാഹുവേ മദ്യപിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുവോടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ പഠിച്ചവനെ എത്രയോ ലക്ഷങ്ങളാണ് നമ്മളൊക്കെ ചെലവഴിക്കുന്നത്. ഒരു വീടുണ്ടാക്കാൻ പഠിച്ചവനെ എത്രയോ കോടികളാണ് നമ്മളൊക്കെ ചെലവഴിക്കുന്നത്. അല്ലാഹുവേ പഠിച്ചവനെ കോടിയുടെ വീടെടുത്തിട്ട് പൊന്നുമോനെ ആ വീട്ടിനകത്ത് കയറാൻ പോലും അല്ലാഹു അനുവാദം കൊടുക്കാത്ത എത്ര പേരുണ്ടെന്നറിയോ? ആ കുടിയിരുത്തത്തിന്റെ അന്ന് ലോകത്തോടും മലക്കുൽ മൗത്തിനെ കണ്ട എത്ര ആളുകൾ ഉണ്ടെന്നറിയോ? അല്ലാഹുവേ, ഒരു നേരം ഒരു ടാർപ്പ് പോലും വലിച്ചു കെട്ടിയിട്ട് അതിന്റെ താഴത്തിരിക്കാൻ പോലും പണമില്ലാത്ത ദാരിദ്ര്യത്തിന്റെ പടുകുയിൽ കിടക്കുന്ന എത്രയോ ആളുകളാണ്. പഠിച്ചവനെ ആ സമയത്താണ് നമ്മളൊക്കെ സമ്പത്ത് ഇങ്ങനെ വാരിയെറിയുന്നത്. പഠിച്ചവനെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കല്യാണത്തിന്റെ വീഡിയോ കണ്ടു. വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് 500ന്റെ നോട്ടുകൾ ഇങ്ങനെ വിതറിയെറിയുന്ന ഒരു രംഗം ഞാൻ കണ്ടു. പഠിച്ചവനെ അതിങ്ങനെ എറിയുമ്പോ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, പഠിച്ചവന് എത്രയോ മക്കളാണ് റബ്ബേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ദാരിദ്ര്യത്തിൽ പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നത്. അതിൽ നിന്ന് 500 രൂപ എടുത്തിട്ട് ആ മക്കളുടെ കയ്യിൽ ിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ പഠിച്ചവനെ എത്ര വലിയ സമാധാനമായിരുന്നവർക്ക് അല്ലേ? ആലോചിച്ചു പോയി എന്റെ പ്രിയമുള്ളവരെ. ഖദീജ ബിയുടെ ജീവിതം അതാ. ലോകത്തോട് വിട പറയുന്ന സമയത്ത് കയ്യിലൊന്നുമില്ലായിരുന്നു. അതാ പഠിച്ചവനെ ഞാൻ നിരത്തുകയാണ് എന്റെ പ്രിയമുള്ളവരെ. ഒരൊറ്റ സംഭവം കൂടെ ഖദീജയുടേത് പറയട്ടെയോ?
ഒരിക്കലതാ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അതാ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. വലിയ മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. വല്ലാത്ത സ്നേഹമായിരുന്നു റസൂലുള്ളാഹിനോട്. പടച്ചവനെ ഒരിക്കലും തന്നെ മനസ്സിനകത്ത് വെറുപ്പില്ലാത്ത, ദേശമില്ലാത്ത, കളങ്കമില്ലാത്ത മഹദിയാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. അതാ തന്റെ വീട്ടിലേക്ക് ഹാല എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി കടന്നു വരികയാണ്. ഹാലയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവിയെ തോന്നുകയാണ്. കാരണം ഹാല എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയെ കണ്ടാൽ അത് ഖദീജ ബീവിയെ പോലെയായിരുന്നു സൗന്ദര്യവും നടത്തവും സ്വഭാവവും സംസാരവുമെല്ലാം. അതാ ഹാല കടന്നു വരുമ്പോ റസൂലുള്ളാഹി ഇങ്ങനെ വല്ലാതെ സ്വീകരിച്ചു. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. റസൂലുള്ളാഹിന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. പടച്ചവനെ, എന്റെ ഖദീജയാണ് എനിക്ക് ഓർമ്മ വന്നല്ലോ. ഇതങ്ങ് കാണുമ്പോ പടച്ചവനെ ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ എന്തു പറ്റി നബിയേ, എന്തു പറ്റി നബിയേ? അവിടെ നിന്നതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് മുത്തുനബി പറയുന്നു, ആയിഷ എനിക്കെന്റെ ഖദീജാനെ ഓർമ്മ വന്നു ആയിഷ, എന്റെ ഖദീജാനെ എനിക്ക് ഓർമ്മ വന്നു ആയിഷ. അവിടുന്ന് അതാ മുത്തുനബിയോട് ചോദിക്കുന്നു, നബിയേ അങ്ങ് ആ ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞ് ശരിയാണ്. അല്ലാഹു തആല അതിനേക്കാളും നല്ലത് ഒരുപാട് സുന്ദരിയായ എന്നെ, ഒരുപാട് ബുദ്ധിമതിയായ എന്നെ അങ്ങക്ക് തന്നിട്ടുണ്ടല്ലോ നബിയേ. പിന്നെ എന്തിനാണ് അങ്ങ് അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് വിഷമം അനുഭവപ്പെടുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി ചോദിക്കുന്നവിടെ പറയുന്നു, ആയിഷ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ പ്രയാസം സഹിച്ചപ്പോ, കല്ലേറുകൾ സഹിച്ചപ്പോ, വേദനകൾ സഹിച്ചപ്പോ, കുത്തുവാക്കുകൾ സഹിച്ചപ്പോ, അടി സഹിച്ചപ്പോ, പടച്ചവനെ എല്ലാം മറന്നുകൊണ്ട് എന്റെ കൂടെ നിന്നവളാണ് ആയിഷ. ദീനിന് വേണ്ടി 10 പൈസ ഇല്ലാത്ത സമയത്ത് ദീനിന്റെ മുഴുവൻ സമ്പത്തും വാരിക്കോരി തന്നവളാണ് ഖദീജ. അതുകൊണ്ട് എന്റെ ഖദീജാനെ എനിക്ക് മറക്കാൻ കഴിയില്ല ആയിഷ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മുത്തുനബി തന്റെ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഖദീജ ബീവിയെ കുറിച്ചിട്ട് മഹത്വം പറയാതെ മുത്തുനബി പുറത്തിറങ്ങാറില്ല. പഠിച്ചവനെ, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കുറിച്ചിട്ട് പറയാതെ അവിടുന്ന് ആ ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ടില്ല. അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത്. പഠിച്ചവനെ, ഇന്ന് നമ്മൾ റീൽസിലൂടെ കാണുകയാണ്. പഠിച്ചവനെ, സ്നേഹബന്ധത്തിന്റെ കഥകൾ നമ്മൾ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിന്റെയും റീൽസിലൂടെയും വീഡിയോസിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നമ്മൾ കാണുമ്പോ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്, അല്ലാഹ് അതാണ് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ കഥ, ഏറ്റവും വലിയ സ്നേഹബന്ധത്തിന്റെ കഥ അതാണെന്ന് പഠിച്ചവനെ എല്ലാവരും അവിടെ നിന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. എന്നിട്ടോ കുറച്ചു കഴിഞ്ഞാൽ അവർ തല്ലിപ്പിരിയുകയാണ്, ആത്മഹത്യ ചെയ്യുകയാണ്. പഠിച്ചവനെ ഡിവൈസ് ആകുന്ന സംഭവം കാണുകയാണ്. അതൊക്കെ റീൽസിലൂടെയാണ്, അത് റിയലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാ റസൂലുള്ളാഹിന്റെ മഹദിയോടുള്ള ഖദീജ ബീവിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പഠിച്ചവനെ വല്ലാത്ത 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 സത്യസന്ധമായിരുന്നു, റിയലായിട്ടുള്ള ബന്ധമായിരുന്നു. അത് റീൽസ് ആയിരുന്നില്ല. ആ പ്രണയത്തെ കുറിച്ച് എത്രയോ കാവ്യങ്ങൾ നമുക്ക് കാണുമല്ലോ. ഖദീജ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെ കഥകൾ പറയുന്ന കാവ്യങ്ങൾ, പഠിച്ചവനെ മധുരഗീതങ്ങൾ, ചരിത്രങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ടല്ലോ. അവിടുത്തെ പ്രേമത്തിന്റെ, അവിടുത്തെ സ്നേഹബന്ധത്തിന്റെ കഥകൾ പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ ഒരിക്കലും തന്നെ നമുക്ക് സമയം ലഭിക്കില്ല. അത്രത്തോളം മണിക്കൂറുകളോളം പറഞ്ഞാലും അവിടുന്ന് തീരാത്ത പ്രണയത്തിന്റെ കഥകളാണ് ഹബീബായ നബിയും ഖദീജ ബീവിയും തമ്മിലുള്ളത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്രയ്ക്കും വലിയ സ്നേഹമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും.
ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത പ്രേമം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.